ഭാര്യമാരെ അടിച്ച ചെറുപ്പക്കാരാ, ഭാര്യമാരെ മർദ്ദിച്ച അവശരാക്കുന്ന ചെറുപ്പക്കാരാ, ഈ ദുനിയാവിൽ നിനക്ക് രക്ഷപ്പെടാൻ മോനെ, ഈ ദുനിയാവിൽ നിനക്ക് രക്ഷപ്പെടാമെടാ, കോടതികളിൽ നിനക്ക് രക്ഷപ്പെടാവടാ, കോടതികളിൽ നിനക്ക് ജാമ്യം എടുക്കാവടാ, ഭാര്യയുടെ വാപ്പാണ് നിനക്ക് ചീത്ത വിളിക്കാവടാ, ഭാര്യ മാതാവിനെ ഉപദ്രവിക്കാവടാ, നിനക്ക് ഭക്ഷണം പാകം ചെയ്ത, നിനക്ക് വസ്ത്രമലക്കി തന്ന, നിനക്ക് കട്ടൻ ചായ അനത്തി തന്നവള് നീ അടിക്കുമ്പോഴും നീ ഉപദ്രവിക്കുമ്പോഴും നീ പ്രയാസപ്പെടുത്തുമ്പോഴും അവര് പൂമുഖവാതിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുമ്പോഴും സുബ്ഹാനല്ലാഹ്, എന്റെ വാപ്പാടടിക്കൽ എനിക്ക് പരാതി പറയാൻ മനസ്സനുവദിക്കുന്നില്ല, എന്റെ വാപ്പാക്കത് താങ്ങില്ല. 18 വർഷക്കാലം നൊന്ത് പ്രസവിച്ച എന്റെ ഉമ്മ എന്നെ സംരക്ഷിച്ചെങ്കിൽ, 18 വർഷക്കാലം വാപ്പ എനിക്ക് അന്നം വാങ്ങി തന്നെങ്കിൽ, വാപ്പ എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങി തന്നെങ്കിൽ, 19ാമത്തെ വയസ്സിൽ എന്നെ കെട്ടിച്ചയച്ചിട്ട് ഞാനൊരു ഭർത്താവിന്റെ പീഡനമേക്കുമ്പോ എങ്ങനെയാണ് എനിക്ക് എന്റെ വാപ്പായോട് പറയാൻ വരുന്നത്? ഇല്ല ഇല്ല, എന്റെ ചെറുപ്പക്കാരാ, ദുനിയാവിൽ നിനക്ക് രക്ഷപ്പെടാവടാ, നാളെ ഈ മേടാവാതുക്കൽ അങ്കണത്തിലിരുന്ന് കൊണ്ടോതുന്ന ആയത്താ, ആ പരലോകത്തിതൊക്കെ താക്കി പറഞ്ഞുകൊണ്ട് മഹ്ശറയിൽ വന്ന് നിൽക്കുകയാ. നാളെ റബ്ബുൽ ഇസ്സത്തിനോട് പരാതി പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. ആയിഷ ബിവി റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹിയുടെ സ്വഭാവം ഖുർആനാ, റസൂലുള്ളാഹിയുടെ സ്വഭാവം ഖുർആനാ. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, ഏറ്റവും മഹത്തായ സ്വഭാവമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹാ, ഭാര്യമാരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി വെക്കരുത്. എങ്ങനെയാ